ഇത് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലോ എറണാകുളത്തെ ഇൻഫോ പാർക്കിലോ ഒന്നുമുള്ളൊരു സ്ഥാപനമല്ല. വയനാട് കൊയിലേരിയിലുള്ള വാട്സ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. ആശയങ്ങളുടെ കാര്യത്തിലും അതുപോലെ വർക്ക് കൾച്ചറിൻ്റെ കാര്യത്തിലുമൊക്കെ യൂറോപ്യൻ സ്ഥാപനങ്ങളോടടക്കം കിടപിടിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ 3 ഡയറക്ടർമാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അജയ് തോമസ്, സുധിൻ, ഭവിഷ. പൊതുവേ കേരളത്തിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ മടിക്കുന്നു എന്ന് പറയും. അത് വയനാട് പോലുള്ളൊരു സ്ഥലത്ത് നമുക്ക് അങ്ങനെ ഒരു വ്യവസായ അന്തരീക്ഷമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനുള്ളൊരു പ്രചോദനം? കാരണം ഞങ്ങൾ ബിസിനസ് തുടങ്ങിയത് വയനാട്ടിലാണ്, നമ്മളെല്ലാം ഇവിടുത്തുകാരാണ്. പക്ഷെ തുടങ്ങി വയനാട്ടിലെ ഈ ചെറിയ ഓഫീസിൽ, എഞ്ചിനീയറിംഗ് കോളേജിനകത്തുണ്ടായിരുന്ന ചെറിയ ഓഫീസിൽ നിന്നാണ് ഞങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും പല സ്ഥലങ്ങളിലും വർക്കുകൾ ചെയ്തത്. അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യമാണ്, ഈ ആധുനിക കാലത്ത് ലൊക്കേഷൻ ഒരു പ്രശ്നമല്ല. നമുക്ക് നല്ല സർവീസും ഗുഡ്സും കൊടുക്കാൻ കഴിയുമെങ്കിൽ ലോകത്ത് എവിടെയും അതിന് ആവശ്യക്കാരുണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ഈ IT റിലേറ്റഡ് വർക്കുകൾക്കൊക്കെ പറ്റിയൊരു കാലാവസ്ഥയും ഭൂപ്രകൃതിയൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. നമ്മളതിനെ എക്സ്പ്ലോർ ചെയ്താൽ മതി. ആ തിരിച്ചറിവാണ് ഞങ്ങളെ കൊണ്ട് ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യിപ്പിച്ചത്, ഇവിടെ നിലനിർത്തുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ പുതിയ ആൾക്കാർ നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയും അയ്യോ ലീവില്ല, ഓഫില്ല, നമുക്കൊന്നിനും സമയമില്ല എന്ന് പറയുന്നൊരു സാഹചര്യമല്ലേ. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫിന് അപ്പം ആവശ്യത്തിന് ലീവും ഓഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു വർക്കിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ടീമിനാണ്. അപ്പോൾ ആ ടീമിന് തന്നെ ഡിസൈഡ് ചെയ്യാം അതിൻ്റെ കംപ്ലീറ്റ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അജയ് പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ അവരാണ് നമ്മളോട് പറയുക ഇതാണ് നിങ്ങളുടെ ഷെഡ്യൂൾ, ഈ സമയത്ത് നമ്മളിവിടെ അവൈലബിൾ ആയിരിക്കണം. ബാക്കിയുള്ള സമയത്ത് അവരവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യും. അത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവരവരുടെ ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വലിയ വിഷയങ്ങൾ വരാറില്ല. വാട്സ എനർജി എന്ന് പറയുന്നത് ആക്ച്വലി 3 വെർട്ടിക്കളായിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് ഇപ്പോൾ. അതിൽ ഒന്നാമത്തേത് ഈ പറഞ്ഞ കൺസൾട്ടിങ് ബിസിനസ്സാണ്. നമ്മൾ 2015-16 കാലഘട്ടങ്ങളിൽ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ബാണാസുര സാഗർ ഡാമിൽ. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ കൺസൾട്ടൻസി വർക്ക്സ് എടുക്കുന്നുണ്ട്. പിന്നുള്ളത് നമ്മൾ ഈ റൂഫ് ടോപ്പ് പ്രോജക്ട്സ്, സോളാർ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ആണ്. നമ്മുടേതായിട്ടുള്ളൊരു പേറ്റൻറ്റഡ് പ്രോജക്റ്റാണ് സോളാർ റൂഫിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിൽഡിങ്ങിൽ ചെയ്തിട്ടുള്ളത് കാണാം. അപ്പം അത് അങ്ങനെയുള്ള പുതിയ പ്രൊഡക്റ്റുകളുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്നോവേഷനും റിസർച്ചിനും വേണ്ടിയിട്ടുള്ളൊരു വിങ്. ലേഡീസിൻ്റെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചൊക്കെയാണല്ലോ ഡിസ്കഷൻസ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യത്തിൽ അതെങ്ങനെയാണ്? കൂടുതലും ഒരുപാട് പെൺകുട്ടികൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമാണല്ലോ. ഇവിടെ ഓഫീസ് ലേഡീസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഉള്ളത്. ഫ്ലെക്സിബിൾ ടൈമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ലീവ് വേണ്ട സമയങ്ങളിൽ അവർ ആവശ്യത്തിന് എടുക്കും. അപ്പോൾ ഈ ജോലിയുടെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദം, അമിത ജോലിഭാരമൊക്കെ ചർച്ചയാവുന്ന കാലത്ത് വളരെ വ്യത്യസ്തമായ ഒരു മാതൃകയാണ് ഈ 3 യുവ സംരംഭകരും മുന്നോട്ട് വയ്ക്കുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.